ഞാൻ പ്രവാചകനാണ്, നിങ്ങൾ അറിയാത്ത കാര്യം ഞാൻ അല്ലാഹുവിൽ നിന്നറിയുന്നുണ്ട്. ഇതാണ് യാക്കൂബ് അലൈഹി സ്വലാം പറയുന്നത്. അതുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടില്ല, അവരപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ടും കാണാൻ കഴിയാത്തതിലാണ് ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരതാ സങ്കടപ്പെടുകയാണ്. അങ്ങനെ മക്കളെ വിളിച്ചു പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. യാ ബനിയ ഇദ്ഹബൂ, മക്കളെ നിങ്ങൾ പോകണം. ഫതഹസ്സസൂ, നിങ്ങൾ അന്വേഷണം നടത്തണം. മീ യൂസുഫ വാഹിഹി, യൂസുഫിനെ കുറിച്ചും അവന്റെ സഹോദരൻ ബിന്യാമീനെ പറ്റിയും നിങ്ങൾ ഒരു അന്വേഷണം നടത്തണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും നിരാശരാകരുത്. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ, പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും എൻ്റെ മകൻ യൂസുഫിനെ തേടി ഒരു അന്വേഷണം നിങ്ങൾ നടത്തണം, ബിന്യാമീന് വേണ്ടി നിങ്ങളൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോട് വീണ്ടും പോകാൻ പറയാ. ഇവിടെ നിൽക്കല്ല, നിങ്ങൾ യൂസുഫിനെ അന്വേഷിക്ക് പോയിട്ട് അതുപോലെ ബിന്യാമീനെ നിങ്ങൾ അന്വേഷിക്ക് എന്ന് പറഞ്ഞു വിട്ടപ്പോ നിവൃത്തിയില്ല. മക്കള് വീണ്ടും പുറത്തുപോയി സ്വന്തം മനുജനെയും മറ്റും അന്വേഷിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അതാ മഹാനായ യാക്കൂബ് നബി ഇസ്ലാം അവരെ യാത്ര അയച്ചു, നിങ്ങൾ ഉടനെ പോയി നോക്കണം, അന്വേഷിക്കണം. ഫലമ്മാ ദഖലു അലൈഹി, വീണ്ടും അവർ കൊട്ടാരത്തിലേക്ക്, ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് ചെന്ന് യൂസുഫ് അലൈഹി സ്വലാമിന്റെ സമീപത്ത് പ്രവേശിച്ചു. ആലു, എന്നിട്ട് അവരതാ വളരെ വിനയത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് കാൽക്കൽ വീണ് കരയുകയാണ്. യാ അയ്യുഹൽ അസീസ്, ഓ പ്രിയപ്പെട്ട മന്ത്രി, മസ്സനാ വഅഹ്ലനൽ ദുർറു, ഞങ്ങളെ കുടുംബത്തെ വല്ലാതെ വേദന പിടികൂടിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസം ഞങ്ങൾക്കുണ്ട്. വജിഇനാ ബിബലാത്തിൻ മുസ്ജാത്തിൻ, നിസ്സാരമായ ചില്ലിക്കാശുമായാണ് ഇത്തവണ ഞങ്ങൾ വന്നത്, ഞങ്ങളെ കയ്യിൽ പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഫൗഫിലനൽ കൈല വതസദ്ദഖ അലൈനാ, നിങ്ങൾ ഞങ്ങൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ റേഷൻ കുറച്ചു കളയരുത്, ആവശ്യത്തിന് നിങ്ങൾ തരികയും ഞങ്ങളോട് നിങ്ങൾ വളരെ ദയ കാണിക്കുകയും ഞങ്ങൾക്ക് സ്വതക്ക നൽകുകയും വേണം. ഇന്നല്ലാഹ യജ്സിൽ മുത്തസദ്ദിഖീൻ, അങ്ങനെ നൽകുന്നവർക്ക് അല്ലാഹ് പ്രതിഫലം തരുമല്ലോ, അതൊക്കെ നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് വേണ്ട പോലെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങളിപ്പോ ഇങ്ങനൊക്കെ വന്ന് ചോദിക്കുന്ന സ്ഥിതിക്ക് ഇക്കാക്കമാരെ, നിങ്ങൾ നിങ്ങളുടെ അനുജനായിരുന്ന യൂസുഫിനെയും അവന്റെ ഉമ്മയിൽ ജനിച്ച ബിന്യാമീൻ എന്ന സഹോദരനെയും ചെയ്തതും പറഞ്ഞതും കാട്ടിയതുമൊക്കെ നിങ്ങൾക്കറിയില്ലേ? ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരായ കാലത്ത് ആ രണ്ട് കുട്ടികളോടും നിങ്ങൾ കാണിച്ച ക്രൂരത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചതോടെ ഇവർ പരിഭ്രമിച്ചുപോയി. പണ്ഡിതന്മാര് പറയുന്നു, യൂസുഫ് അലൈഹിസ്സലാം നേരത്തെ രാജകീയമായ വേഷത്തിലും പ്രൗഢിയിലുമായിരുന്നു ഇവരോട് സംസാരിച്ചത്. ഇപ്പോൾ വളരെ ദയയോടെയും താൻ ഇവരിൽ ഒരു കുട്ടിയായി കൂട്ടുകാരനെ പോലെ ജീവിച്ച കാലത്ത് സംസാരിച്ച ശൈലിയിലാണ് ഇപ്പോൾ ഇവരോട് സംസാരിക്കുന്നത്. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം അവിടുത്തെ പല്ലൊന്ന് വെളിച്ചത്ത് കാണിച്ചാണ് ഇപ്പൊ സംസാരിച്ചത്. ആ പല്ലിൽ നിന്നും ഒരു പ്രത്യേകമായ പ്രകാശം, അദ്ദേഹം ചിരിക്കുമ്പോൾ പുറത്തേക്ക് വളരെ വലിയ ശക്തമായ ഒരു പ്രകാശം വരാറുണ്ട്. ഇത് നേരത്തെ ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഈ ചോദ്യവും കൂടെ ഇവരെ ശ്രദ്ധയിലേക്ക് വന്നു. യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾക്കറിയില്ലേ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അവരെ മനസ്സിലേക്ക് അതാ സംശയം ഉദിക്കുകയായി. ഉടനെ അവര് ചോദിക്കുന്നു, ഖാലൂ അഇന്നക ലഅൻത യൂസുഫ്, അല്ല നിങ്ങളാണോ ആ യൂസുഫ്? ഒരൊറ്റ ഞെട്ടലാണ്, നിങ്ങളാണോ ആ യൂസുഫ്? ഉടനെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അന യൂസുഫ് വഹാദാ അഖീ, അതെ ഞാനാണ് യൂസുഫ്, ഈ ബിന്യാമീൻ എന്റെ സഹോദരനാണ്. അത് മന്നല്ലാഹു അലൈനാ, നിങ്ങൾ ഞങ്ങളെ അടിച്ചൊതുക്കാനും ഇകഴ്ത്തി കാണിക്കാനും പരമാവധി ശ്രമിച്ചു, പക്ഷേ യജമാനനായ അല്ലാഹു ഞങ്ങൾക്ക് വലിയ നിഅമത്ത് ചെയ്തു, ഈ സ്ഥാനത്തൊക്കെ എത്തി. നിങ്ങൾ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് അവഗണിച്ച എന്റെ പക്കൽ നിങ്ങൾ വന്നു നിന്ന്
അരിയും വാങ്ങിപ്പോയി പട്ടിണി മാറ്റുന്ന സ്ഥിതി വരെ അല്ലാഹ് ഉണ്ടാക്കി. ഇത് പടച്ചറപ്പ് ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പഠിച്ചോളൂ. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ, ആരെങ്കിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുകയും ക്ഷമ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ പ്രതിഫലം അല്ലാഹു പാഴാക്കി കളയില്ല. അത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തന്നുകൊണ്ടിരിക്കും എന്നങ്ങ് പറഞ്ഞതോടെ ഈ കാക്കമാര് ലജ്ജിച്ചു തലതാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരബദ്ധമായി പോയല്ലോ. എന്തൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തൊക്കെ കളവ് പറഞ്ഞു, എന്തൊക്കെ കളവ് കൊണ്ട് ഓട്ടയടച്ചു, ആ കളവിന് വേറൊരു നുണ കൊണ്ട് കുത്തുകൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് അവന്റെ മുമ്പിൽ നമ്മളിതാ തലകുനിക്കേണ്ടി വന്നല്ലോ. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക. ഇനി എന്താപ്പം നമ്മൾ ഇവന്റെ മുമ്പിൽ പറയാ? വല്ലാത്ത നാണക്കേടായി പോയല്ലോ. അവസാനം അവരതാ കുറ്റമേറ്റു പറയാൻ തീരുമാനിച്ചു. ഖാലു തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈനാ, അല്ലാഹു ആണേ സത്യം, അല്ലാഹു ഞങ്ങളെക്കാൾ നിങ്ങളെ തെരഞ്ഞെടുത്തു അനുഗ്രഹിച്ചു. വഇൻ കുന്നാ ലഖാതിഈൻ, തീർച്ചയായും ഞങ്ങൾ കുറ്റവാളികളിൽ പെട്ടുപോയി, അതുകൊണ്ട് ഞങ്ങൾ തെറ്റുകാരായിപ്പോയി എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാൽക്കൽ വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് യൂസുഫ് നബിയുടെ പ്രതികരണം നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട പ്രതികരണമാണ്. അല്ലാഹു പറഞ്ഞു ഖാല, യൂസുഫ് അലൈഹിസ്സലാം അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എന്റെ ഇക്കാക്കമാരെ, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഇന്നില്ല കേട്ടോ. ഇത്രയും വലിയ ക്രൂരത നിങ്ങൾ എന്നോട് കാണിച്ചെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു നടപടിയുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കണം. കുടുംബത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ വാശി പിടിച്ച് മിണ്ടാതെ നിന്നു പോകരുത്. നമ്മൾ ഈ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതിലും വലിയൊരു അക്രമം ഒരു മെമ്പറോട്, ഒരു കുടുംബത്തിലെ അംഗത്തോട് എന്ത് ചെയ്യാനാണ്? അത്ര വലിയ ക്രൂരത കാണിച്ചിട്ട് അവിടുന്ന് പറഞ്ഞത് എന്താലാ തസ്രീബ, ഒരു നടപടിയുമില്ല കേട്ടോ. നിങ്ങൾക്കെതിരെ ഇന്ന് ഞാൻ ഒരു പ്രതിക്രിയയും സ്വീകരിക്കാൻ തീരുമാനിക്കുന്നില്ല. ഇതിനെ നമ്മുടെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കിയില്ലേ? അവിടുന്ന് മക്ക ജയിച്ചടക്കി, തന്നെ എതിർത്ത, ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിട്ട, 3 കൊല്ലക്കാലം 1 മണി ഗോതമ്പ് പോലും കൊടുക്കാതെ ഉപരോധം ഏർപ്പെടുത്തിയ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ, നാടുകടത്തിയ, സ്വന്തം കുടുംബാംഗങ്ങളും നാട്ടുകാരും തന്റെ മുമ്പിൽ നിന്ന് വന്ന് പഞ്ചപുച്ഛമടക്കി തലകുനിച്ചു നിന്നപ്പോൾ അള്ളാന്റെ റസൂൽ അനുസ്മരിച്ചു. ഞാൻ ഇന്ന് പറയുന്നത് എന്റെ സഹോദരൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ഈ കാക്കമാരോട് പറഞ്ഞ വാക്കാണ്. അത് മറ്റൊന്നുമല്ല, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എന്റെ നാട്ടുകാരെ, ഇന്ന് നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല. നമ്മളൊക്കെ പാഠമാക്കണം. കുടുംബത്തിൽ എന്തൊക്കെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആ സമയത്ത് നമ്മളൊക്കെ എന്താ പറയാറുള്ളത്? അത് ഞാൻ വിട്ടുകൊടുക്കൂല, അത് ഓൻ അങ്ങനെ എന്നോട് ചെയ്തു കളഞ്ഞു, ഞാനല്ലേ ഓനൊക്കെ പോറ്റി വലുതാക്കിയത്, നിങ്ങൾക്കറിയോ? ഓനൊക്കെ സ്കൂൾ പറഞ്ഞാച്ച ഞാനാണ്, അവനൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്, ഓൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓനുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഇതേ നമ്മളൊക്കെ വർത്താനം പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കുടുംബ ബന്ധം എന്നതൊരു വല്ലാത്ത സംഗതിയാണ്. വഹിയ മുഅല്ലഖത്തുൻ ബിൽ അർശ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അർശിൽ ബന്ധിപ്പിക്കപ്പെട്ട വസ്തുവാണ്. വഹിയ തഖൂൽ, ദിവസവും കുടുംബ ബന്ധം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മം വസലനി വസലഹുല്ലാഹ്, കുടുംബമാകുന്ന എന്നെ ആര് വിളക്കി ചേർക്കുന്നുവോ, വസലഹുല്ലാഹ്, അവന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹ് കൂട്ടിച്ചേർത്ത് കൊടുക്കട്ടെ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, എന്നെ ആര് മുറിച്ചു കളയുന്നുവോ, കുടുംബം ആര് തകർക്കുന്നുവോ, അവന്റെ എല്ലാ സംരംഭങ്ങളെയും അല്ലാഹു മുറിച്ചു കളയട്ടെ. സഹോദരന്മാരെ, നമ്മളെ ബിസിനസ് വിജയിക്കണമെങ്കിൽ, നമ്മുടെ പഠനം പുരോഗമിക്കണമെങ്കിൽ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നാം ഇറങ്ങി തിരിച്ച ഏത് സംരംഭവും വിജയത്തിലെത്തണമെങ്കിൽ കുടുംബവുമായി നല്ല രീതിയിൽ പെരുമാറണം. അവരോട് തെറ്റി നിന്നാൽ, മിണ്ടാതെ നിന്നാൽ ഒരു കാലത്തും നമ്മുടെ ഒരു കാര്യവും പൂർത്തിയാകുകയില്ല.
അള്ളാന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എന്തിന് താല്പര്യമുണ്ടോ? ഒന്നാമതായി നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവണമെന്ന താല്പര്യമുണ്ടോ? മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, സാമ്പത്തിക വിഷയത്തിൽ പുരോഗതി വേണമെന്ന താല്പര്യമുണ്ടോ? അതോടൊപ്പം റസൂലുള്ളാഹി രണ്ടാമത് ചോദിക്കുന്നു, വയുൻസഅ ലഹു ഫീ അസരിഹി, ആയുസ് വർദ്ധിക്കണമെന്ന പൂതിയുണ്ടോ? സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഇത് രണ്ടും താല്പര്യമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് കൂടി ജീവിച്ചു കിട്ടാൻ സമ്പാദിച്ചത് മുഴുവൻ നമ്മൾ ചെലവഴിച്ച് ചികിത്സിക്കുകയില്ലേ? അതല്ലേ നമ്മളെയൊക്കെ ചിന്ത. അതേ രീതിയിൽ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാണ്? എന്തിനാ നമ്മൾ നേരം വെളുത്താൽ വീട് വിട്ടിറങ്ങിപ്പോകുന്നത്? ഇതിൽ പുരോഗതി ഉണ്ടാകണമെന്ന താല്പര്യം എല്ലാവർക്കും ഉണ്ട്. ഉള്ളവരോട് അള്ളാന്റെ റസൂല് പറയുന്നു, ഫല്യസിൽ റഹ്മഹു, അവന്റെ കുടുംബ ബന്ധം നന്നായി പുലർത്തി പോരട്ടെ. കുടുംബ ബന്ധം പുലർത്തുന്നവന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും പണക്കാർ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അവരെ ജീവിത ചരിത്രം ഒന്ന് പഠിക്കുക. എങ്ങനെ അവർ പണക്കാരനായി? ഒരിക്കാക്ക എങ്ങനെയോ കഷ്ടപ്പെട്ട് കടലും നീന്തിയൊക്കെ പോകുന്ന കാലത്ത് ഗൾഫിലെത്തിപ്പെട്ടു. ഒരു പെട്ടിപ്പീടിയ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു വിസ സംഘടിപ്പിച്ചു. അനുജനെയും കൊണ്ടുപോയി. ആ പെട്ടിപ്പീടികയിൽ അവനെ കൂടി പാർട്ട്ണറാക്കി. രണ്ടാളും ഒന്നിച്ച് ജോലി ചെയ്യുന്നു. വരുമാനം രണ്ടുപേർക്കും സമമായി. കുടുംബത്തിന്റെ കാര്യങ്ങൾ രണ്ടാളും തുല്യമായി ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്നേഹത്തോടെ അവരിങ്ങനെ വളർന്നു വന്നപ്പോ അല്ലാഹു അവർക്ക് അനുഗ്രഹത്തിന്റെ വാതായനം തുറന്നു കൊടുത്തു. അങ്ങനെ ആയിരിക്കും അവർ പുരോഗമിച്ചിട്ടുണ്ടാകുക. ഏത് പണക്കാരന്റെ ജീവിതം നമ്മൾ അന്വേഷിച്ചാലും പുരോഗതി ഉണ്ടായവരൊക്കെ ഇങ്ങനെയാണ്. അതേ സമയത്ത് പെട്ടെന്ന് ചില പുരോഗതി ഉണ്ടായ ആളുകൾ ഉണ്ടാകും. അവർ പാമ്പും കോണിയും കളിച്ചതുപോലെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ താഴേക്കും വരും. അത് നിലനിൽക്കുകയില്ല. പുരോഗതി വേണോ? കുടുംബവുമായി നല്ല രീതിയിൽ മുന്നേറുക. അതേ രീതിയിൽ ദീർഘായുസ് ആവശ്യമുള്ളതല്ലേ? നമുക്ക് അല്ലാഹു വലിയ ആയുസ് നൽകുമാറാകട്ടെ. അത് പുണ്യങ്ങൾ കൊണ്ട് നടക്കാൻ റബ്ബ് തൗഫീഖ് തരട്ടെ. ആ രീതിയിലുള്ള ആയുസ് കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരൊറ്റ വാക്കും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളോട് ചില കുടുംബക്കാര് ഇങ്ങോട്ട് തെറ്റിയതായിരിക്കും. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് മിണ്ടാൻ പോകുന്നത്? ഓൻ എന്നോട് ഇങ്ങോട്ട് മിണ്ടാതിരിക്കുകയാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടാകും. സഹോദര, റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരു കുടുംബക്കാരൊരു സുഹൃത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, ഇന്നലീ ഖറാബ, എനിക്കൊരു കുടുംബക്കാരുണ്ട്. അനാസുലുഹും, ഞാൻ അവരുമായുള്ള ബന്ധം നിലനിർത്താൻ നിരന്തരം ശ്രമിക്കുന്നു. വഹും യഖ്തഊനി, അവര് ഞാനുമായുള്ള ബന്ധത്തെ മുറിക്കാനും ശ്രമിക്കുന്നു. പിന്നെയും ഞാൻ അവരെ കണ്ട സലാം പറയും, അവരെ വീട്ടിൽ ചെല്ലും. ഫഹും യുജ്ഹിലൂനി, അപ്പോഴവരെന്നെ വിഡ്ഢിയായി ചിത്രീകരിക്കുന്നു. ആട്ടിയിട്ടും പോകാത്തതെന്താ, മിണ്ടാതിരുന്നിട്ട് എന്താ ഇങ്ങോട്ട് ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ നിസ്സാരപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ഇനിയും ആ കുടുംബവുമായി ഞാൻ ലോഹ്യത്തിന് പോകണോ, ഞാൻ സന്ധിക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നമാ തുസിഫുഹുൽ മൽ, നിങ്ങൾ അവരെ ചുടുവണ്ണീർ തീറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ റബ്ബിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് പരീക്ഷണങ്ങളും ശിക്ഷയും ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങൾക്കാകട്ടെ അള്ളാന്റെ ഭാഗത്തുനിന്ന് സഹായം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവരെത്ര തെറ്റി നിന്നാലും നിങ്ങൾ അങ്ങോട്ട് തെറ്റരുത്. നിങ്ങൾ നല്ല നിലക്ക് തന്നെ പോകുക. ഒരിക്കലും ഇങ്ങോട്ടുള്ളവരോട് അങ്ങോട്ടുണ്ടാകുക എന്നതല്ല കുടുംബബന്ധം. ലൈസൽ വാസിലു ബിൽ മുകാഫി, തിരുനബി പറഞ്ഞു, പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബബന്ധം. ഇന്നമൽ വാസിലുല്ലദി ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, ശരിയായ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയതിനെ വിളക്കി ചേർക്കാൻ മുൻകൈയെടുക്കുന്നവരാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രമേൽ തന്നോട് ക്രൂരത കാണിച്ച് കള്ളനെന്ന് വിളിച്ച് വല്ലതും പറഞ്ഞ് ചീത്ത പറഞ്ഞ് ആ കിണറിന്റെ വക്കത്തിട്ട് ക്രൂരമായി അടിച്ച് കിണറിലേക്ക് താഴ്ത്തുമ്പോൾ കയറ് പൊട്ടിച്ച് കിണറിന്റെ അടിയിലേക്ക് തള്ളിയിട്ട ഇക്കാക്കമാർക്കും മാപ്പ് കൊടുത്ത മാതൃകയുണ്ടെങ്കിൽ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു കുടുംബ ബന്ധം പുലർത്തുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഇക്കാക്കമാരും അവിടെ വെച്ച് മാപ്പ് ചോദിച്ചു, മാപ്പ് കൊടുത്തു. ഇനി വേണ്ടതെന്താണ്? നമ്മുടെ കഥ തീരാൻ പോകുകയാണ്. പ്രിയപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. മഹാനവറുകളതാ പിതാവിനെ കൂടി തിരിച്ചെത്തിക്കണം. അതുപോലെ മൂത്തമ്മയെ കൂടി കൂടെ കൊണ്ടുവരണം. അവരൊക്കെ ഈ കൊട്ടാരത്തിലേക്ക് വരണം. പക്ഷേ പ്രിയപ്പെട്ട പിതാവ്
കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വളരെ പ്രയാസത്തോടുകൂടെയാണ് അവിടെ കഴിയുന്നത്. ഇത്രയും 80 ഫർസഹോളം ദൈർഘ്യമുള്ള ഈ യാത്ര ചെയ്യാൻ ആ വാപ്പക്ക് കരുത്തില്ല, കണ്ണ് കാണുന്നില്ല, കണ്ണ് കലങ്ങിപ്പോയിരിക്കുകയാ. വാപ്പയെ തിരിച്ചെത്തിക്കണമെങ്കിൽ ആദ്യം വാപ്പക്ക് ആരോഗ്യം വീണ്ടെടുത്തു കൊടുക്കണം. അതുകൊണ്ടതാ പ്രവാചകനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ഒരു കുപ്പായമെടുത്തു, എന്നിട്ട് പറയുന്നു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ, ഈ കുപ്പായവും കൊണ്ട് നിങ്ങൾ പോകണം. ഫൽഖൂഹു അലാ വജ്ഹി അബീ, ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ എന്റെ പിതാവിന്റെ മുഖത്തങ്ങ് ചാർത്തി കൊടുക്കുക. യഅതി ബസീറാ, വാപ്പയുടെ കാഴ്ച തിരിച്ചു വരും. എന്താണ് പറയുന്നത്? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരാൻ. നിങ്ങൾ കോയമ്പത്തൂർ കൊണ്ടുപോയ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നല്ല, എന്തെങ്കിലും പച്ച മരുന്ന് കുത്തി കലക്കി കൊടുക്കുക എന്നല്ല, ഒരു കുപ്പായം എടുത്തു കൊടുക്കുകയാണ്. കുപ്പായം കണ്ണിലിട്ടാൽ എങ്ങനെയാണ് രോഗം മാറുക? ഇവിടെയാണ് മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് ഈമാനുള്ള ആളുകൾ? അവർ അദൃശ്യമായ കാര്യങ്ങളിലും അഥവാ പഞ്ചേന്ദ്രിയാതീതമായ കാര്യങ്ങളിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടാത്ത കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. അതിൽപ്പെട്ടതാണ് രോഗം തരുന്നവൻ അള്ളയാണ്, രോഗം സുഖപ്പെടുത്തുന്നവനും അള്ളയാണ്. രോഗം സുഖപ്പെടുത്താൻ അല്ലാഹു തആല ഭൗതികമായ മരുന്ന് നിശ്ചയിച്ചതുപോലെ ആത്മീയമായ കാരണങ്ങളും വെച്ചിട്ടുണ്ട്. ആത്മീയമായ മരുന്നുകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുള്ള മന്ത്രം, മഹാന്മാരുടെ വാക്കുകൾ, അവരുടെ ഒരു തലോടൽ, മഹാന്മാര് മനസ്സറിഞ്ഞ് തരുന്ന എന്തെങ്കിലും ഒരു വസ്തു ബറക്കത്തിന് വേണ്ടി തന്നാൽ അതെല്ലാം നമ്മളെ രോഗം സുഖപ്പെടുന്ന ആത്മീയ മരുന്നുകളാണ്. ആ രീതിയിലുള്ള മരുന്നാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കൊടുത്തയക്കുന്നത്. കുപ്പായത്തിന് യൂസുഫ് നബി സ്വലാമിന്റെ ചരിത്രത്തിൽ 2-3 പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റുകൾ തന്നെ ഉണ്ട്. അതിലൊന്നാണ് മഹാനവറുകളെ കിണറിലേക്ക് എറിഞ്ഞപ്പോൾ ഇക്കാക്കമാര് കുപ്പായ ഊരിയല്ലോ, ആ ഊരിയ കുപ്പായം വലിയൊരു തെളിവായി. അതെങ്ങനെയാ തെളിവായത്? അത് ഇവര് കള്ളം പറയുന്നവരാണെന്നുള്ളതിന് തെളിവായി. അതേ രീതിയിൽ തന്നെ കൊട്ടാരത്തിൽ സുലൈഖ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു. കുപ്പായത്തിന്റെ പിൻഭാഗം കീറിയപ്പോൾ അത് ബഹുമാനപ്പെട്ടവർക്കെതിരെ ആരോപിച്ച ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവായി. അവസാനം ഇതാ തന്റെ കാര്യത്തിൽ ദുഃഖിച്ചിരുന്ന പ്രിയപ്പെട്ട പിതാവ്, ആ പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കുപ്പായം വീണ്ടും രംഗത്ത് വരികയാണ്. ഈ കുപ്പായം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ ധരിപ്പിക്കുകയും ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിക്ക് കൈമാറുകയും അദ്ദേഹം യാക്കൂബ് നബിക്ക് കൊടുക്കുകയും യാക്കൂബ് നബി അലൈഹിസ്സലാം അത് ഒരു ഉറുക്കാക്കി യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ ചാർത്തി കൊടുക്കുകയും ചെയ്ത കുപ്പായമാണ്. ആ കുപ്പായമാണ് കൊടുത്തയക്കുന്നത്. ഇത് പിതാവിന്റെ മുഖത്ത് ചാർത്തണം. ഉടനെ തന്നെ കുപ്പായം ആരാണ് ഏറ്റുവാങ്ങുന്നത്? മൂത്ത ഇക്കാക്കയായ യഹൂദ കുപ്പായം പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വല്ലാത്തൊരപരാധം ചെയ്തു പോയി. ആ കിണറ്റിലേക്ക് യൂസുഫിനെ തള്ളിയിട്ട് യൂസുഫിന്റെ കുപ്പായം എടുത്ത് വാപ്പാന്റെ മുഖത്തേക്ക്, വാപ്പാന്റെ സമീപത്തേക്ക് കൊണ്ടിട്ട് കൊടുത്തത് ഞാനായിരുന്നു. ആ കുപ്പായം കണ്ടെന്റെ വാപ്പ അത് മുഖത്ത് ചാർത്തിയിട്ട് ഉമ്മ വെച്ച് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞതെന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. അന്ന് കുപ്പായം കൊടുത്തുകൊണ്ട് ഉപ്പാന്റെ കണ്ണീര് ഞാൻ ഒലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്ന